20 minutes later. Hello എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നതെന്ന് പറയുന്നത് അപ്പോൾ അടുത്ത എന്തായാലും നമുക്ക് ഈ ഒരു PCക്കകത്ത് യൂസ് ചെയ്യാൻ പോകുന്ന പാർട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ കഴിഞ്ഞൊരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പൊരിഞ്ഞടിയായിരുന്നേ. അപ്പോൾ ആ ഒരു പോസ്റ്റിൽ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതായത് 40,000 രൂപയുടെ ഒരു ഫുൾ പീസ് സെറ്റപ്പാണ്. പക്ഷേ 40,000 രൂപയുടെ ഫുൾ പീസ് സെറ്റപ്പ് ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് AP ബിൽഡ് ആയിരുന്നു. പക്ഷേ എന്തിനിടെ എല്ലാവരും ഇപ്പോഴും 40,000 രൂപയുടെ ബഡ്ജറ്റിൽ അള്ളി പിടിച്ചിരിക്കുന്നത് എന്തിനെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. എന്തായാലും 40,000 രൂപയുടെ ഒരു ഫുൾ പീസ് സെറ്റപ്പ് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. പക്ഷേ PC വേഴ്സസ് ലാപ്ടോപ്പ് എന്തായാലും അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു PCക്കകത്ത് യൂസ് ചെയ്യാൻ പോകുന്ന പാർട്സും അതുപോലെ തന്നെ ഇതൊരു AP ബിൽഡ് ആയിരിക്കത്തില്ല. അതൊക്കെ AP ബിൽഡ് നേരത്തെ ചെയ്തായിരുന്നല്ലോ. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും നമ്മളൊരു ഗ്രാഫിക്സ് കാർഡ് ഉൾപ്പെടെ വെച്ചുണ്ടാക്കാൻ പറ്റിയ ഒരു 40,000 രൂപയുടെ ഫുൾ പീസ് സെറ്റപ്പാണ് നോക്കുന്നത്. അത്യാവശ്യം ഫ്യൂച്ചർ പ്രൂഫ് ഒക്കെ ആയിരിക്കും എന്ന് വെച്ചാൽ ഒരുപാട് ഫ്യൂച്ചർ പ്രൂഫ് ആവാനുള്ള വഴിയൊന്നുമില്ല. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഫ്യൂച്ചർ പ്രൂഫ് ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു PCക്കകത്ത് ഉപയോഗിക്കാൻ പോകുന്ന പാർട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് യൂസ് ചെയ്യാൻ പോകുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് Intel i3 12th ജനറേഷൻ ആണ്. 12100F എന്ന് പറയുന്ന പ്രോസസ്സറാണ്. ഇതിനകത്ത് 4 കോർ 8 ത്രെഡ് ഒക്കെ വരുന്നുണ്ട്. ഗെയിമിങ്ങിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോളപ്പം പ്രോസസ്സറാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 5600X ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിലും അതിനേക്കാൾ കൂടുതൽ FPS ചിലപ്പോൾ ഈ ഒരു പ്രോസസ്സറിൽ കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കാര്യം ഗെയിമിങ്ങിൽ നല്ല പൊന്നപ്പൻ പോലത്തെ ഒരു പ്രോസസ്സറാണ് ഈ i3 12th ജനറേഷൻ. പക്ഷേ മൾട്ടി ടാസ്ക് ചെയ്യണമെങ്കിലും ഒക്കെ ചെയ്യാം. എഡിറ്റിങ്ങും അത്യാവശ്യമൊക്കെ അടിപൊളിയായിട്ടൊക്കെ ഹാൻഡിൽ ചെയ്തോളും. ഇടില്ല പെർഫോമൻസ് ആയിരിക്കും തരണം. പക്ഷേ നമുക്ക് ഇതിനകത്ത് ഓവർ ഹീറ്റിംഗ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അഡീഷണൽ കൂടേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അടുത്ത നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്ന മദർ ബോർഡ് എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ഒരു ബഡ്ജറ്റിൽ ഉള്ള ഒരു മദർ ബോർഡാണ് എടുക്കുന്നത്. കാര്യം നമുക്ക് 40,000 രൂപയുടെ ബഡ്ജറ്റിൽ അടിച്ചൊതുക്കിയേ പറ്റുള്ളൂ. അതിനോട് യൂസ് ചെയ്യാൻ പോകുന്ന മദർ ബോർഡ് എന്ന് പറയുന്നത് Acerocന്റെ H610 മദർ ബോർഡാണ്. പിന്നെ അതിനകത്ത് ഒരുപാട് ഫീച്ചറും കാര്യങ്ങളൊന്നും വരാൻ പോകുന്നില്ല. കുറഞ്ഞ മദർ ബോർഡ് ആയതുകൊണ്ട് 2 RAM സ്ലോട്ട്, M.NVMe സ്ലോട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ വൈഫൈ കാര്യങ്ങളൊന്നും വരത്തില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്തതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്ന റാം എന്ന് പറയുന്നത് ഹീറ്റ് സിങ്ക് ഉള്ള റാമോ അല്ലെങ്കിൽ ലൈറ്റ് കത്തുന്ന റാമോ ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ആവറേജ് 3200 MHz ക്ലോക്ക് സ്പീഡുള്ള നല്ല ഒരു 8GB DDR4 റാമാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന് മേലെ പോകാനുള്ള സാധ്യതയൊക്കെ ഭയങ്കര പാടായിരിക്കും. അടുത്ത ഇതിനകത്ത് ഉപയോഗിക്കുന്ന സ്റ്റോറേജ് എന്ന് പറയുന്നത് ബഡ്ജറ്റ് അല്ലേ, അതുകൊണ്ട് നമുക്ക് ഒരുപാട് എമൗണ്ട് മുടക്കിയുള്ള സ്റ്റോറേജ് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു 500GB നോർമൽ സാറ്റ SSD ആണ് ഇവിടെ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്യൂച്ചറിൽ വേണമെങ്കിൽ M.2 ഇതിനകത്ത് ആഡ് ചെയ്യാം. പക്ഷേ തൽക്കാലത്തേക്ക് സാറ്റ SSD ആണ് 500GB ആണ് എടുക്കുന്നത്. അടുത്ത നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യാൻ പോകുന്ന പവർ സപ്ലൈ എന്ന് പറയുന്നത് ഒരു 450 വാട്ടിന്റെ 80+ ബ്രോൺസ് പവർ സപ്ലൈ. എന്തായാലും 450 മതിയാവും. ഒരു ഫ്യൂച്ചർ അപ്ഗ്രേഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 450 ഒക്കെ ധാരാളമായിരിക്കും. പ്രധാനമായിട്ട് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പോകുന്ന ഗ്രാഫിക്സ് കാർഡ് എന്നുള്ള സാധനം എന്ന് പറയുന്നത് NVIDIAയുടെ Quadro T400 എന്ന് പറയുന്ന 4GB DDR6 ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ ഇത് 1050 Ti-നെക്കാളും ഒക്കെ നല്ല ഭേദമായിട്ട് ഗെയിമിങ്ങിലൊക്കെ പെർഫോമൻസ് തരും. പിന്നെ 1650 ഒക്കെ ആയിട്ടൊക്കെ ഇടയ്ക്കൊക്കെ പിടിച്ചിരിക്കും. ചിലപ്പോൾ 1650-നെക്കാളും ഒക്കെ ചിലപ്പോൾ കുറച്ചൊക്കെ FPS തന്നിരിക്കും. പക്ഷേ ഇത് മെയിൻലി ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് എന്ന് പറഞ്ഞാൽ വർക്ക് സ്റ്റേഷന് വേണ്ടിയിട്ട്, അതായത് നമ്മൾ 3D മോഡലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രാഫിക്സ് കാർഡ് ധാരാളമാണ്. പക്ഷേ നമുക്ക് ഗെയിം ചെയ്യാനും സ്ട്രീം ചെയ്യാനും ഈ ഗ്രാഫിക്സ് കാർഡിനെ കൊണ്ട് ഒക്കും. അപ്പോൾ അത്യാവശ്യം നല്ല പൊളപ്പൻ FPS ഒക്കെ തരുന്ന നല്ല അടിപൊളി ഗെയിമിങ്ങിനും സ്ട്രീമിങ്ങിനും എഡിറ്റിങ്ങിനും പറ്റിയ ഒരു ഗ്രാഫിക്സ് കാർഡ് തന്നെയാണ് Quadro സീരീസിൽ വരുന്ന ഈ ഒരു 4GB ഗ്രാഫിക്സ് കാർഡ്. അടുത്ത നിങ്ങൾക്ക് ക്യാബിനറ്റ് എന്നുള്ള നിങ്ങളുടെ ഒരു ചോയ്സ് ആണ്. പക്ഷേ ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ക്യാബിനറ്റാണ് ഇവിടെ സജസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു ബഡ്ജറ്റിലൊക്കെ അടിച്ചു കൂട്ടാൻ പറ്റിയൊരു ക്യാബിനറ്റ് Techmart360ന്റെ ക്യാബിനറ്റാണ്. അതായത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് RGB ഫാനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അടുത്ത നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്ന മോട്ടർ എന്ന് പറയുന്നത് ഒരു 22 ഇഞ്ചിൻ്റെ മോട്ടറാണ്. Acerന്റെ VA പാനലിൽ വരുന്ന മോട്ടറാണ്. 60 Hz to 75 Hz അത്രയൊക്കെ വരത്തുള്ളൂ. പക്ഷേ അത്യാവശ്യം ആവറേജ് യൂസിനൊക്കെ പറ്റിയ നല്ലൊരു മോട്ടറാണ്. വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ കൊള്ളാവുന്ന ഒരു ക്ലാരിറ്റി ഒക്കെ തരുന്ന കുഴപ്പമില്ലാത്ത നല്ലൊരു മോട്ടർ തന്നെയാണിത്. പിന്നെ കീബോർഡും മൗസും നിങ്ങൾക്ക് ഇതിലെ കോംബോ ചൂസ് ചെയ്യുന്നതാണ്. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഒരു കോംബോ തന്നെയാണ്. ഹെഡ്സെറ്റും അത്യാവശ്യം നല്ലൊരു കുഴപ്പമില്ലാത്തൊരു ഹെഡ്സെറ്റ് തന്നെയാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഭാവിയിൽ ഇതിനകത്ത് എന്തൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് സംശയം ഉണ്ടാവുകൂടെ. നമുക്കൊരു 8GB റാം കൂടെ വയ്ക്കാം. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ M.NVMe 1TBയുടെ സ്റ്റോറേജ് വേണമെങ്കിൽ ഇതിനകത്ത് കുത്തിക്കയറ്റാം. പ്രധാനമായിട്ട് ഗ്രാഫിക്സ് കാർഡ് വേണമെങ്കിൽ മാറ്റാം. RTX 3050 വരെയൊക്കെ തള്ളിക്കൊണ്ട് പോകും. അല്ലെങ്കിൽ നമുക്കൊരു RX 6600 വെക്കാം. അല്ലെങ്കിൽ RTX 2060 1660 സൂപ്പറോ ഇതിലേത് വേണമെങ്കിലും വെക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് 40,000 രൂപയ്ക്ക് ഗ്രാഫിക്സ് കാർഡ് ഉൾപ്പെടെയൊക്കെ അടിച്ചു ഉണ്ടാക്കാൻ പറ്റിയ നല്ല കുഴപ്പമില്ലാത്ത അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു PC. അപ്പം APU ബിൽഡ് ആയിരിക്കും കുറച്ചുകൂടെയൊക്കെ ഫ്യൂച്ചർ പ്രൂഫ്. അത് ആ ഒരു APU ബിൽഡിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാനേ ഉള്ളൂ. പക്ഷേ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് Ryzen 5 4600G ആണ്. പക്ഷേ ഇപ്പോൾ 5600Gയുടെ എമൗണ്ട് കുറച്ചുകൂടെ ഒക്കെ താഴ്ന്നു വന്നിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ 5600G ഇട്ട് വേണമെങ്കിലും ബിൽഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. എന്തായാലും അടുത്ത വീഡിയോ കാണാം. അതുവരത്തേക്കും.